കണ്ണുനീരില്ലാത്ത നാട്ടിൽ നാം, കൈപ്പണിയല്ലാത്ത വീട്ടിൽ നാം ചേർന്നിടും, വേഗം നാം പോയിടും. ഈ മണ്ണിൽ നിന്നു നാം മാഞ്ഞിടും, ഈ മണ്ണിൽ നിന്നു നാം മാഞ്ഞിടും. മറക്കുക സകലതും, ക്ഷമിക്കുക, ത്യജിക്കുക, വിട്ടോടുക പാപത്തെ, നേടുക നിത്യജീവൻ, നേടുക ഓട്ടമോടി നല്ല വിരുദ് പ്രാപിക്കുക. വളരെ പരിമിതമായ വാക്കുകൾ, അതിനാണ് എന്നെ തന്നെ പാസ്റ്റർ ഏൽപ്പിച്ചത്. ഞാനിവിടെ നിൽക്കും സൈഡിൽ, കാരണം എൻ്റെ സഹോദരങ്ങളായതുകൊണ്ട് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. വളരെ പരിമിതമായ വാക്കുകൾ അവർ പറഞ്ഞു. കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതേ പൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു നിൽക്കുന്ന ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, ഇവർക്കൊക്കെ ദൈവനാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസന്മാർ, എൻ്റെ പിൻനിരയിലിരിക്കുന്ന ധാരാളം ദൈവദാസന്മാർ ഇന്നിവിടെ കടന്നിടുവാനിടയായി തീർന്നു. ഞങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഒന്നിരുടെ കാര്യങ്ങൾ ഓടി വന്നു. ഓർമ്മ ശരിയാണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് കുമ്പനാട്ട് കൺവെൻഷനിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ടിൽ നിന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് കുമ്പനാട്ടിൽ നിന്ന് ആ ആസ്പത്രിയിലേക്ക്, ഫെലോഷിപ്പ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വളരെ പാടുപെട്ടു. ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബം, ബാക്കി പിന്നെ ഉള്ളവരൊക്കെ പിന്നാണ് ഓടി വന്നത്. അവിടെ വളരെ അത്യാസന്ന നിലയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്ന് അമ്മയെ കണ്ടോണം, അല്ലാതെ കയറാൻ പറ്റത്തില്ല. ഞാൻ വേഗം അമ്മയെടുക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ ഇപ്പോൾ എന്നെ ഇവിടുന്ന് പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഏതാണ്ട് 5 വർഷത്തോളമായതോണു നല്ല ആരോഗ്യത്തോടെ അമ്മ ഇവിടെ ജീവിപ്പാനിടയായി. എന്നാൽ ഈ പ്രാവശ്യം വളരെ പ്രയാസമായി ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ഐസിയുവിൽ ഞാൻ അടുക്ക ചെന്ന് ചോദിച്ചു, അമ്മ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതെൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖത്തിലായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് വളരെ ദുഃഖത്തോടെ, വളരെ അക്കാര്യത്തിൽ ദുഃഖം തോന്നിയില്ല. പിന്നെ ആ ദുഃഖം മാറി. ഞങ്ങളുടെ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവദാസൻ്റെ ഭാര്യ പ്രസവത്തോടുള്ള ബന്ധത്തിൽ ആ ആശുപത്രിയിലായിരുന്നു. ഞാനും കർത്താവദാസനോട് ഇടയ്ക്ക് ചെന്ന്, അമ്മേ ഇന്ന പോലെ കാര്യം ലേബർ റൂമിലേക്ക് ആ സൗകര്യം പോകാൻ പോകുന്നു. ആ മരണക്കിടക്കൽ കിടന്നുകൊണ്ട് കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവ് ഈ സഹോദരി വളരെ ആശ്വാസമായി വിടുതൽ പ്രാപിക്കണമെന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന അതായിരുന്നു. ഞാൻ ദൈവമക്കളോട് ഇന്ന് തൽക്കാലം ഞാൻ പറയട്ടെ, കഷ്ടത അനുഭവിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ദേശത്ത് കടന്നു വരുന്ന ദൈവദാസന്മാരെ വളരെയധികം മാനിക്കുവാൻ തക്കോണം പ്രിയ അമ്മയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ പ്രാർത്ഥന വെക്കുമ്പോൾ അമ്മ തന്നെ പാകം ചെയ്ത് വരുന്നവർക്കെല്ലാം കൊടുക്കും. ഞങ്ങൾക്കാർക്കും അത് ഇഷ്ടപ്പെടത്തില്ലെങ്കിലും വളരെ സന്തോഷത്തോടെ ദൈവമക്കളെ സ്വീകരിച്ച് കിടന്നു പോകും. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ സന്തോഷത്തോടെ പറയുന്നു, ഞങ്ങൾ ഈ ദേശത്ത് ഒരു പ്രാർത്ഥനയുടെ ദീപം ഉണ്ടായിരുന്നു. ചില സഹോദരന്മാരിവിടെ ഉണ്ടായിരുന്നു, ആലയം വിടാതിന് പ്രാർത്ഥിച്ച ഹന്നയെക്കുറിച്ച് ദൈവത്തിന് വായിച്ചിട്ടുണ്ട്. എന്നാൽ ഹന്നയുടെ ഭാവി, അങ്ങനെ ഒരു ഹന്നയെക്കുറിച്ചുള്ള ആ കാര്യം ഞാൻ ഓർക്കുമ്പോൾ, ഹന്നയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ശമൂവേൽ ബാലന്, ഇസ്രായേലിന് ഒരു 15ാമത്തെ ന്യായാധിപനായിട്ട് ഒരു വ്യക്തി വരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആ പ്രാർത്ഥനയുടെ ഫലം വളരെ ഫലിച്ചു. അതുപോലെ തന്നെ ഈ പ്രദേശത്തിന് നടുവിൽ അനേക പ്രിയപ്പെട്ടവർ കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായി തീർന്നു. ഞാൻ ഇന്ന് പൽക്കാലം ഒരു കാര്യം ഓർക്കുന്നു, സമയം വളരെ കുറവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി മങ്ങാനാമ സാറ് ഈ കീരിക്കാടിൻ്റെ പ്രദേശത്ത് ഇവിടെ ആരാധനയ്ക്ക് വർഷങ്ങൾ കൊണ്ട് കടന്നു വരുന്നു. ഈ കോള തുടങ്ങിയ സമയം മുതൽ ഇവിടെ വളരെ ആക്റ്റീവായുള്ള പ്രിയ സഹോദരിയാണ്. എല്ലാ ആഴ്ചയിലും ഇവിടെ കടന്നു ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമായിരുന്നു. കടന്നു വരുന്ന സമയത്ത് വീട്ടിൽ അമ്മയെ കണ്ട് കാര്യങ്ങൾ ഒരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാത്ത ഒരു പതിവില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ അനുശോചന സമയം കൊടുക്കാൻ സമയമില്ലല്ലോ. ആ ദൈവത്തിൻ്റെ ദാസിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ട വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഈ ദേശനിവാസികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, അതുപോലെ തന്നെ കുമ്പനാട്ടിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഞങ്ങളെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ഇന്ന് പൽക്കാലം
ഞാൻ ദൈവസ്ഥന് ഞാൻ അവരെ നന്ദിയുള്ളവരാണ്. വീണ്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ ഞാൻ ക്ഷണിക്കുന്നു. സമയത്തിൻ്റെ കുറവുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. എന്നെയും ഞാൻ എൻ്റെ കുടുംബത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ, ഞാൻ ഇന്നലെ ഇരുന്ന് കണക്ക് കൂട്ടി, 74 അംഗങ്ങളുള്ള ഒരു വീടാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. 9 മക്കൾ ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ പുറത്ത് തന്നെ കൊച്ചുമക്കളുടെയൊക്കെ പേര് എന്നാൽ ചിലരുടെ പേര് എഴുതിയിട്ടില്ല. 74 അംഗങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഈ 74 പേരുടെയും എല്ലാവിധമായ ദുഃഖാശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ.